മനുഷ്യക്കടത്ത് ആരോപിച്ച് മലയാളി കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. വിഷയം പാർലമെന്റിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷാംഗങ്ങളുടെ തീരുമാനം. ഇടപെടൽ തേടി സംസ്ഥാന സർക്കാരും പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. കേരളത്തിലൊഴികെ എല്ലായിടത്തും ന്യൂനപക്ഷങ്ങൾ അരക്ഷിതാവസ്ഥയിലെന്നാണ് കത്തോലിക്ക സഭ മുഖപത്രം ദീപികയുടെ വിമർശനം. കന്യാസ്ത്രീകളല്ല, മതേതര ഭരണഘടനയാണ് ബന്ദികളാക്കപ്പെട്ടതെന്നാണ് മുഖപ്രസംഗത്തിലെ വിമർശനം. നീതി ലഭിക്കണമെന്നാണ് അറസ്റ്റിലായ സിസ്റ്റർ പ്രീതി മേരിയുടെ കുടുംബത്തിൻ്റെ പ്രതികരണം. നമ്മൾ പുറമേ നിന്ന് ഈ നോർത്ത് ഇന്ത്യൻസിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് അത്രയും ഭീകരത മനസ്സിലാകരുത്. പക്ഷെ നമ്മുടെ സ്വന്തത്തിൽ ഒരാൾക്ക് വന്നപ്പോഴാണ് ഇത്രയും ഭീകരമാണ് അവിടുത്തെ അവസ്ഥ എന്ന് മനസ്സിലാക്കുന്നത്. അവർ കറക്റ്റായിട്ട് ആ കുട്ടികളുടെ പ്രൂഫ് അവർ പേരൻസിനെ വിളിച്ചു എന്ന് പറഞ്ഞു, അവരുടെ പെർമിഷനോടെ പോയെന്ന് പറഞ്ഞു. എന്നിട്ടും അത് കേസെടുത്തു. അതെന്തുകൊണ്ടാണ്? നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. അവർ നേരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുക ചെയ്തത്. അതൊന്നും ഒരിക്കലും സംഭവിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതിനെതിരെ നമുക്ക് ശക്തമായിട്ട് പോരാടുക തന്നെ ചെയ്യണം. ഞങ്ങളുടെ ചേച്ചിക്ക് എന്തായാലും നീതി കിട്ടുക തന്നെ വേണം. കേന്ദ്ര സർക്കാരിനെയും RSSനെയും വിമർശിച്ച മന്ത്രി MV രാജേഷ് രംഗത്ത് വന്നു. ബിഷപ്പുമാർക്കെതിരെ മന്ത്രി V ശിവൻകുട്ടിയും വിമർശനം നടത്തി. ന്യൂനപക്ഷങ്ങൾക്കെതിരായി സംഘപരിവാർ ഭരണകൂടത്തെ ഉപയോഗിച്ച് രാജ്യവ്യാപകമായി നടത്തുന്ന അതിക്രമങ്ങളുടെ, അടിച്ചമർത്തലുകളുടെ മറ്റൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഉറങ്ങുന്നവരെ മാത്രമേ ഉണർത്താൻ പറ്റൂ, ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പറ്റില്ല. ഇതെല്ലാം കണ്ടിട്ടും സംഘപരിവാറിനെ രക്ഷകരായിട്ട് കരുതുന്നവരുണ്ടെങ്കിൽ അവരെ സൂക്ഷിക്കണം. ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ചെന്ന് ഞങ്ങൾക്ക് ഇങ്ങനെയെല്ലാം ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നതിൽ ചെന്നൊരു പരാതി പറയുന്നതിന് വേണ്ടി ഇപ്പോൾ ഉള്ള ധൈര്യം പോലും ഈ തിരുമേനിമാർ കാണിക്കുന്നില്ലല്ലോ. ദീപയിൽ എഡിറ്റോറിയൽ എഴുതിയിട്ട് മാത്രം പിന്നെ അരമനയിൽ മാത്രം കയറി ഒതുങ്ങി ഇരുന്ന് പ്രാർത്ഥിച്ച പ്രശ്നത്തിന്റെ പരിഹാരം കാണുമോ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.